അക്ഷരം പഠിക്കുന്നതിന് മുമ്പേ മലയാള ഭാഷയിലെ അവസാനത്തെ അക്ഷരങ്ങളിലൊന്നായ യാ, യഹോവ, യാ എന്തുപോലെ പഠിക്കാൻ പറ്റുമോ? അക്ഷരം പഠിക്കുന്ന ഒരു ലേണിംഗ് ആണെങ്കിൽ ഈ വചനം അകത്ത് കയറിയത് പ്രോഗ്രാമിങ്. അങ്ങനെ കയറി വന്നതാണ് നമ്മൾ. അതവിടെ കിടപ്പുണ്ട്. നമ്മൾ ഒരു കുട്ടി ബൈബിളിൽ നിന്ന് ആദ്യം പഠിക്കുന്ന ഒരു വാഗ്ദാനമാണ്, ദൈവം എൻ്റെ ഇടയനാകുന്നു, എനിക്ക് അത്ര വാഗ്ദാനം. എൻ്റെ ഇടയൻ എന്നെ നടത്തും, എൻ്റെ ഉള്ളം കലങ്ങില്ല, എന്റെ പരിപാലകൻ തെല്ലും ഉറങ്ങുകില്ല, ദൈവമെന്റെ കൂടെയുള്ളതാൽ എന്തിനേറെ ഭയം നേടണം. എന്തുമേറെ കരഞ്ഞിടണം. അറിയാൻ തരന്റെ കൂടെ മോള ഹൃദയത്തോടെ ദൈവം ഉണ്ടല്ലോ, ദൈവം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇരിക്കരുത്. എന്റെ ഇടയൻ എന്നെ നടത്തും, എന്റെ ഉള്ളം കലങ്ങുകില്ല, എന്റെ പരിപാലകൻ തെല്ലും ഉറങ്ങുകില്ല, ദൈവമെന്റെ കൂടെയുള്ളപ്പോൾ എന്തിനേറെ ഭയം നേടണം, നന്ദുവേറെ കരഞ്ഞിടണം. ചുമ്മാ പഠിക്കേ, ഒരുപാട് കാര്യം ഒന്നും പറയണ്ട. നമ്മള് എന്റെ ഇടയൻ എന്നെ നടത്തും, ദൈവമുണ്ടല്ലോ, എന്റെ ദൈവമുണ്ടല്ലോ, ഞാൻ അനന്യനാണ്, എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, ഉറങ്ങുകില്ല, ദൈവമെന്റെ കൂടെയുള്ളപ്പോൾ എന്തിനേറെ ഭയം നേടണം, നേരെ കരഞ്ഞിടണം, എന്തിനേറെ ഭയം നേടണം, നേരെ കരഞ്ഞിടണം. ായിരുന്നോ ഇന്നൊക്കെ? ആയിരുന്നു ഇവിടെ? അപ്പത്തിന്റെ പരിപാടി, വെള്ളത്തിന്റെ പരിപാടി, കുരുടന്റെ പരിപാടി, എന്തൊക്കെയായിരുന്നു കുറെ നാളുകൊണ്ട്. ദേ കിടക്കുന്നുണ്ടല്ലോ, ചോണയുള്ള അപ്പന്റെ മോനാണെങ്കിൽ നമുക്കൊരു തലവേദനയെങ്കിലും എടുത്തേക്കുമ്പോ അപ്പനെ വിളിച്ചാലായിരുന്നു. കല്ലട വല്യപള്ളിക്കാര് അന്തരസ്വാമിയുടെ കബറിൽ എല്ലായിടത്തും ഇന്ന് എഴുതിയിരിക്കുന്നല്ലോ തമ്പുരാന്റെ വചനം. അതിന്റെ ബലം വലുതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അത്രയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് കൊച്ചു കൊച്ചു വേദനകളും സങ്കടങ്ങളും ഭാരങ്ങളും അതിജീവിക്കാനാകാത്തതൊന്നും എന്റെ പ്രിയ ചങ്ങാതി സ്വർഗം നമുക്ക് തന്നിട്ടില്ല. ജീവിക്കാൻ ദൈവമുണ്ട് എന്ന വാക്ക് മതി. അതിജീവിക്കാൻ ദൈവമുണ്ടല്ലോ എന്ന ബോധ്യം വേണം. അതുകൊണ്ട് ഈ കസേരയിലിരിക്കുന്ന ആരും, ഞാൻ ഇനിയും ആവർത്തിക്കട്ടെ, ദൈവം ഉണ്ടെന്ന് പറയരുത്. ദൈവമുണ്ടല്ലോ. യിരെമ്യാവ് സങ്കീർത്തനത്തിലൊക്കെ പറയുന്നുണ്ട്, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ നിന്റെ പുസ്തകത്തിൽ എന്നെ കുറിച്ച്. എന്നിട്ട് എന്നാ സഹോദരി നീ പറയുന്നത്? എനിക്കറിയില്ല. നമ്മളെ ദൈവം തെരഞ്ഞെടുത്തത് എന്നാ? ഒരു മറുപടി പറയൂ. ദൈവം എന്നെ ശ്രദ്ധിച്ചു. ഇടയ്ക്ക് വർത്താനം പറയല്ലേ, ഇടയ്ക്ക് നിന്നോ ഇരുന്നോ ആരും. നമ്മളെ ദൈവം തെരഞ്ഞെടുത്തത് എന്നാണ്? ഉദരത്തിൽ. പഴയ നിയമം ഇപ്പൊ പറഞ്ഞൊക്കെ എങ്ങനെയാണ്? പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ, അങ്ങനെയൊക്കെയാ പറയണേ. അമ്മയുടെ ഉദരത്തിൽ ഒരു പോയിന്റിൽ ഒരൊറ്റ കോശമായിരുന്നു നമ്മള്. ആ കോശത്തിൽ തുടങ്ങിയതാണ്. ആ ഒറ്റ സിംഗിൾ സെൽ. ആ കോശത്തിനകത്ത് നമ്മുടെ ഉപ്പാപ്പന്റെ ചിരിയും മാവിയുടെ നടത്തവും വല്യപ്പന്റെ ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് നമുക്ക് അതിൽ നിന്ന് വന്നതാണ്. ഇതൊക്കെ അതിന് കയറി വന്നതാണ്. അതിന് സയൻസ് പറയും DNA ആണ്, എന്താ അതൊക്കെ പറയും, 46 പെയർ ഓഫ് ക്രോമോസോം എന്നൊക്കെ പറയും. പക്ഷെ പഴയ നിയമം പറയും ഉദരത്തിൽ. പുതിയ നിയമം പറയുന്നത് അങ്ങനല്ല. എഫേസ്യ ലേഖനം 1:4 പറയും, അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. എന്നാൽ ബിഫോർ ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ് വി ആർ എലക്റ്റഡ് ഇൻ ക്രൈസ്റ്റ്. വലിയൊരു വിഷയമാണ്
അവനിൽ തെരഞ്ഞെടുത്തു. അതിലേക്കും പോണില്ല ഈ സമയം. ലോകസ്ഥാപനത്തിന് ഉറക്കപ്പറ, അങ്ങനെ വിശ്വാസമുള്ളവർ മാത്രം പറ. ഇന്നലത്തെ മഴയത്ത് വിളിച്ചതല്ല നമ്മളെ ദൈവം എന്ന് തെരഞ്ഞെടുത്തത്. ഉണ്ടോന്നേ ലോകസ്ഥാപനമെന്നെ കണ്ടല്ലോ. പഴയ പാട്ട. ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ. ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ. എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വേളിയാൽ, എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വേളിയാൽ എന്നെ യോഗ്യനായി എന്നെ